എൻ്റെ പേര് ബബിത. ഞാൻ ഇവിടെ EMS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സൈക്ലിംഗ് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. സീനത്ത് മാഡമാണ് എന്നെ പഠിപ്പിക്കാൻ മനസ്സിലാക്കി തന്നത്. സീനത്ത് മാഡം വളരെ മനോഹരമായിട്ടാണ് എനിക്ക് സൈക്കിൾ എങ്ങനെ എടുക്കേണ്ടതെന്നും ഇത്ര പ്രാവശ്യം എടുത്താലാണ് സൈക്കിൾ ചവിട്ടാൻ പറ്റുക എന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ചെറുതിലേ എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇത് പഠിക്കുക എന്നുള്ളത്. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. ഷർഫുദ്ദീൻ മാഷെ, സീനത്ത് മാഡത്തിനും ഒരുപാട് നന്ദിയുണ്ട്. EMS ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്ലിംഗ് സംഘടിപ്പിച്ച SPC യൂണിറ്റിന് ഒരുപാട് അഭിനന്ദനമുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് വീഴില്ല എന്നുള്ളൊരു തോന്നലാണ്. എല്ലാവർക്കും അവരവർക്ക് പറ്റിയ സൈക്കിൾ കുടിക്കണ്ട. പുള്ളി ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കും. നിങ്ങളെല്ലാവരും എത്ര പേരുണ്ട്? 2, 4, 6, 8 പേരും 8 തരക്കാരാണ്. ഒരാളെ പോലെയല്ല ഒരാൾ. പലവർക്കും പല രീതികളാണ്. ഇയാൾ ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്ന അയാൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് ഒരാൾ ചെയ്തത് കണ്ടിട്ട് എനിക്ക് പറ്റണില്ല തോന്നലൊന്നും ആർക്കും വേണ്ട. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് കേട്ടോ. എന്താണോ ഞാൻ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി. കറക്റ്റായിട്ട് ചെയ്താൽ നമുക്കൊരു 3 ദിവസം കൊണ്ട് സൈക്കിൾ പഠിച്ചെടുക്കാം. അങ്ങോട്ട് നോക്കിയിട്ട് അയാൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയേ വേണ്ട. ഗ്രൗണ്ടിൽ സംസാരം വേണ്ടേ വേണ്ട. എന്താണ് പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി അല്ലേ? ആദ്യം എന്താ വേണ്ട? സ്റ്റാൻഡ് കിട്ടുക, ഹാൻഡിൽ പിടിക്കുക, സീറ്റിൽ പിടിക്കുക ചെയ്യരുത്. ഹാൻഡിൽ പിടിച്ചിട്ട് പണ്ടൊക്കെ നമുക്ക് ഈ സൈക്കിൾ വരാം. അപ്പം ഇങ്ങനെ കയറാമെന്ന് വിചാരിക്കും അല്ലേ? ഇപ്പം നമ്മളെന്താ ചെയ്യുക? ആദ്യം അത് നമുക്ക് വേണ്ട. അതിങ്ങനെ ചെരിച്ചു പിടിക്കുക. ഇപ്പം സുഖമായിട്ട് ടോപ്പ് എപ്പോഴും പഠിച്ചു തീരുന്നവരെ ചെറിയ ടോപ്പ് ഇടുക, സ്ലിറ്റുള്ള ഇടുക. സുഖമായിട്ട് നമുക്ക് കിടക്കാം. ടോപ്പ് ഇങ്ങനെ ശരിക്കിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. കാലുക കുത്തിയിരിക്കുകയാണ്. അതിനൊന്നും തള്ളിയിട്ടാലേ വീഴുള്ളൂ, അല്ലാതെ വീഴില്ല. നിങ്ങൾ കസേരയിലിരിക്കുന്ന പോലെ തന്നെ കൈവിട്ടാനിരിക്കണം അല്ലേ? കാല് രണ്ടും പ്രസ് ചെയ്താൽ നിൽക്കണം. വീഴൊന്നും പേടിക്കുകയുണ്ട്. ആദ്യം നമ്മളെ പേടിയാണ്. നമ്മുടെ വീട്ടിൽ ആരുമില്ല, ഞാൻ വീണാലെല്ലാം ആരും നോക്കും, കുട്ടികൾക്ക് ആരും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ചിന്തകളാണ് അല്ലേ? പിള്ളേർ പഠിക്കുന്ന പോലെയല്ല അമ്മമാർ. അതൊന്നും ആർക്കും വേണ്ട. വീടൊന്നുമില്ല. അഥവാ വീണ സൈക്കിളിന് ഒന്നും പറ്റില്ല. പേടിക്കേ വേണ്ട. വീട്ടിൽ നിന്ന് വരുമ്പോൾ ആരും പറയും വീണ ഇത് പറ്റി എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ആ പേടിയൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഹാൻഡിലുള്ളത് ബലം പിടിക്കാനുള്ളതല്ല, ജസ്റ്റ് ഇതാ ഇനി പിടിച്ചാണ്. ഞങ്ങൾ ചപ്പാത്തി പല ഉരുട്ടി വിടണ അല്ലേ? ഇങ്ങനെ നൈസായിട്ട് അവിടെ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വിടുമ്പോഴാണ് അതിങ്ങനെ പോകണത്. അറിയാലോ നമുക്ക്. അതെ കൈ രണ്ടും അങ്ങനെ സിമ്പിളായിട്ട് നേരെ നോക്കുക. റോഡിൽ നമ്മളെങ്ങനെ നടക്കുന്നത് ദൂരേക്ക് നോക്കിയല്ലേ? അതുപോലെ സൈക്കിളിൽ കയറി നിന്നിട്ട് വീഴുമെന്ന് വിചാരിച്ചു താഴേക്ക് ആരും നോക്കണ്ട, നേരെ നോക്കുക. 4 പെടൽ വെക്കാം, ഈ കാലകത്ത് വെക്കാം. ഇതകത്തി വെക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് എടുക്കുന്നത്. ഒരടി വെച്ചാണ് എടുക്കുന്നത് അല്ലെ? ആദ്യമേ തുടങ്ങി. അപ്പോൾ ഈ പെടലാണ്ടില്ലേ നമ്മുടെ ഈ മുട്ടിൻ്റെ കൂടെ അടിക്കും. നല്ല വേദന ഉണ്ടാവും. വേദന അല്ലെങ്കിൽ 2-3 മിസ്റ്റേക്ക് ഉണ്ടാവും. അത് കാര്യമായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടാണ്. ബാലൻസ് നമ്മൾ എത്ര നന്നായിട്ട് ചവിട്ടുന്നവരാണെങ്കിലും കാലിങ്ങനെ അടുപ്പിക്കണം. മുറിഞ്ഞു ഒരു ബാലൻസ് വേണം. ഈ ബാലൻസ് ഈ കാലിലാണ് നമുക്ക് വരുന്നത്. ഈ കാലിൽ നിന്ന് പെടലിന് വിടാനേ പാടില്ല. നമ്മളിങ്ങനെ ഇരുന്നിട്ടാണ്. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നു നോക്കിയാണ്. അതാ കാലകത്തി വെച്ചിട്ട് ഒരടി കുത്തിയിട്ട് നേരെ നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. അപ്പൊ കയറുന്നത് ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക. ചെരിച്ച് കയറുക, ഇറങ്ങുക. ഇറങ്ങാൻ നേരത്തെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാലകത്തി കുത്തുക, ഇറങ്ങി നിൽക്കുക, ചിരിക്കുക, സ്റ്റാൻഡിടുക. ഓരോരുത്തരായിട്ട് ആദ്യം കയറുന്നോട്ടെ.